നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ മനോഹരമായ ദിവസത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കാം. സ്തോത്രം. പിതാവേ, ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ തന്നല്ലോ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ അനുഗ്രഹീതമായ നന്മകൾ കൊണ്ട് നിറഞ്ഞ ദൈവത്തെ പുകഴ്ത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന സാക്ഷ്യമുള്ള ഒരു ദിനമായി ഈ ദിനത്തെ മാറ്റണമേ. ഞങ്ങളെ സമ്പൂർണ്ണമായി തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ. പ്രധാന കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഒരു വചനഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അതിൻ്റെ 38 വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 107 38 വാക്യം. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. കർത്താവ് അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. ഇസ്രായേലാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പെരുകി എന്നാണ് പറയുന്നത്. അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം അധികമായി വർണ്ണിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് അവർ പെരുകി എന്നാണ് പറയുന്നത്. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് 2 വാക്യങ്ങളോടൊന്ന് വായിക്കാം. പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി. കൊടിയ പീഡനമായിരുന്നു. വലിയ കഷ്ടതയിലൂടെയാണ് അവർ കടന്നുപോയത്. അതിലൂടെ അവർ വീണ്ടും കുറഞ്ഞു, അവർ താണുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ ആ അനുഗ്രഹിച്ച് വർദ്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവർ താണു പോകുവാൻ ഇടയായിത്തീർന്നു. എന്താണ് കാരണം? പീഡന നിമിത്തമാണ്, കഷ്ടത നിമിത്തമാണ്, സങ്കട നിമിത്തം ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞു താണുപോയി. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ പറയാം, അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻ കൂട്ടം പോലെയാക്കി. ദരിദ്രനെ അവൻ പീഡയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻ കൂട്ടം പോലെയാക്കി. അവനെയല്ല, അവൻ്റെ കുലത്തെ ആട്ടിൻ കൂട്ടം പോലെയാക്കി എന്നാണ് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കറിയാം, തിരുവചനം പറയുന്നത് എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം, തൻ്റെ ജനത്തിന് പ്രഭുക്കന്മാരോട് ഇരുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വാക്യം എടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത് കർത്താവ് അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി എന്നുള്ള. അപ്പോൾ കർത്താവ് അനുഗ്രഹിച്ച് പെരുകിയവർ പിന്നീട് പീഡകളിലും കഷ്ടതയിലൂടെ താഴ്ന്നു പോയെങ്കിലും, എണ്ണം കുറഞ്ഞു പോയെങ്കിലും, വീണ്ടും അവരെ കർത്താവ് ഉയർത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ആട്ടിൻ കൂട്ടത്തെ പോലെ ദരിദ്രനെ അവൻ ഉയർത്തി ആട്ടിൻ കൂട്ടത്തെ പോലെ വർദ്ധിപ്പിക്കുമാറാക്കിയതാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെയും മേൽ വീണിട്ടുണ്ട് എങ്കിൽ സ്തോത്രം. വീണിട്ടുണ്ട്, അതിൽ സംശയമൊന്നും വേണ്ട. ഇന്ന് ആരെങ്കിലും കാണുമ്പോൾ എന്നെ അനുഗ്രഹിച്ചാണോ ദൈവം എന്ന് ചോദിക്കേണ്ട. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ദൈവശബ്ദം കേൾക്കുവാനും ഈ വചനം കേൾക്കുവാനും ഇപ്പോൾ ഈ ചാനൽ വണ്ണം എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടായ്മയൊക്കെ കേൾന്ന് കാണുവാനും ഇതിനകത്ത് മീറ്റിങ്ങുകളൊക്കെ ശ്രദ്ധിക്കുവാനും നിങ്ങളെ പ്രേരകമാക്കിയിരിക്കുന്നതിന് വലിയ കാര്യം അതാണ്. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അപ്പോൾ തിരുവചനം പറയുന്നു, ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12:2 പറയുകയാണ്, അവരെ അനുഗ്രഹിച്ച് അവരെ വർദ്ധിപ്പിച്ച്. അബ്രഹാമിനോട് പറയുന്ന വാഗ്ദത്തം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വർദ്ധിപ്പിച്ച് നിന്റെ പേർ വലുതാക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പേര് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വർധനമുണ്ടാക്കുന്നതാണ്, പേര് വലുതാക്കുന്നതാണ്. സ്വതം. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഇസ്രായേലിനെ പറ്റി സ്വതം നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വതം പുറപ്പാട് പുസ്തകം 1:7 ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പുത്ര സമ്പന്നത കൊണ്ട് അവരെ നിറച്ചു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ തലമുറകൾ കൊണ്ട് അവരെ നിറച്ചു, സമ്പന്നമാക്കി. തലമുറകൾ കൊണ്ട് സമ്പന്നമാക്കി. തലമുറകളൊക്കെ ഇല്ലാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഉറപ്പ് പറയാം, തലമുറയെ നൽകും, സമ്പന്നമാകുന്നത്. സമൃദ്ധമായൊരു തലമുറ, വലിയൊരു തലമുറ, ആട്ടിൻകൂട്ടം പോലെ പെരുകുന്നൊരു തലമുറ, വർധനമുണ്ടാകുന്നൊരു അനുഭവം അത് നിങ്ങളുടെ തലമുറയെ തരും. മക്കൾക്കൊക്കെ മക്കളില്ലെന്നും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഒന്നും ഭാരപ്പെടേണ്ട, ദൈവം തരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് ഇനി അനുഗ്രഹിക്കും. ഇസ്രായേലിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതുപോലെ ഈ പുതിയ നിയമം ഇസ്രായേലായ എൻ്റെയും എൻ്റെ തലമുറയുടെ മേലും ആ അനുഗ്രഹത്തിൻ്റെ വർഷം അവിടുന്ന് ചൊരിയണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്യും കേട്ടോ. തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചതെന്നും തിരഞ്ഞെടുത്തതെന്നും ഒരു ബോധ്യമുണ്ടാകും.
കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വർദ്ധിക്കപ്പെട്ടിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. അവരുടെ സമ്പത്ത്, അവരുടെ കന്നുകാലി, മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ അതാണല്ലോ. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞു പോകുവാൻ ഇടയാക്കിയില്ലെന്നാണ്. ദൈവം അനുഗ്രഹിച്ചവൻ്റെ വരുമാനങ്ങളിൽ ഞെരുക്കവും ഇടുക്കവും കുറവും കട്ടിങ്ങും കിട്ടിങ്ങും ഒക്കെ ആയിട്ട് സ്തോത്രം, അവൻ്റെ പൈസ കൈ കിട്ടുമ്പോൾ തുച്ഛമായതേ കിട്ടുന്നുള്ളൂ അല്ലേ. ചിലർ പറയും 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, ടാക്സ് പിടിക്കുന്നത് 3.5 ലക്ഷം രൂപ, പോയിട്ട് 1.5 ലക്ഷം രൂപ, അതും വീട്ടു ചെലവിനോ വാടകയ്ക്കോ തികയുന്നുമില്ല, ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാനും തികയുന്നില്ല, മോർഗേജ് പേ ചെയ്യാനും തികയുന്നില്ല, വളരെ ടൈറ്റ് അല്ലേ. അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുകയും വീടെടുത്തവരും വണ്ടിയെടുത്തവരും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കപ്പെട്ടാൽ ഒന്നും കുറഞ്ഞു പോകത്തില്ല. തിരുവചനം പറയണം, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി, അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. കന്നുകാലികളെന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്നാണ് ഞാൻ ഈ വന്നത്. കന്നുകാലി അവരുടെ വരുമാന സ്രോതസ്സാണ്, അവരുടെ സമ്പത്ത് ഉണ്ടാകുന്ന ഒരു സ്രോതസ്സാണ്. അത് കുറഞ്ഞു പോകാനിടയില്ല. അപ്പോൾ കന്നുകാലികൾ വർദ്ധിച്ചാൽ സമ്പത്ത് അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ സമ്പത്ത് ജോലിയിൽ നിന്നാകാം, ബിസിനസ്സിൽ നിന്നാകാം, ഷെയർ വരുമാനങ്ങളിൽ നിന്നാകാം, മറ്റെന്തെങ്കിലും ആഡ്സിലൂടെ ആകാം. ഏതെങ്കിലുമൊക്കെ നിലയിൽ നിങ്ങൾക്കൊരു സോഴ്സ് ഉണ്ടെന്നിരിക്കണം. അത് കുറഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ ക്ലെയിം ചെയ്യുക. കർത്താവേ, നിൻ്റെ അനുഗ്രഹത്താലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തിരുക്കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ എന്നെ വർദ്ധിപ്പിക്കണം. ദൈവിക അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ നമ്മൾ കൃത്രിമം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ വർദ്ധിപ്പിക്കരുത്. ബിസിനസ്സും വേണ്ട, ജോലിയിലും വേണ്ട, വല്ലവരെ അപഹരിച്ചുകൊണ്ടും വേണ്ട, വേറെ സോഴ്സുകൾ കണ്ടെത്തി പണം ഇരട്ടിപ്പിച്ചുകൊണ്ട് വേണ്ട, അത് കൊടുത്താൽ ഇരട്ടി തരാമെന്നോ അങ്ങനെയൊന്നും വേണ്ട. ഇതിനകത്ത് ചേർന്നു, അതിനകത്ത് ആ ലാഭം, ഇതിനകത്ത് ഈ കൊള്ള ലാഭം, ഇതൊന്നും വേണ്ട. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത് വർദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വർദ്ധിക്കുന്ന എങ്ങനെയാണ്? ബാലകൻ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. അതിനെ എഴുത്തി വാറ്റി നുറുക്കി വിതറിഞ്ഞപ്പോൾ 10,000 ഭക്ഷിപ്പാനിടയാക്കി. അപ്പോൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കണം, നിങ്ങൾക്കുള്ള സോഴ്സിന്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. പലരും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ താല്പര്യമാണ്, പക്ഷേ ദൈവകരങ്ങളിൽ കൊടുക്കാൻ ആരും തയ്യാറാകും. അങ്ങനെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ സമ്പത്ത് ഒന്നുപോലും കുറഞ്ഞു പോകുന്നില്ല. ഇതാ ആ വാക്യത്തിൽ ഇപ്രകാരമാണ്, കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയേയില്ല. സ്തോത്രം. വരുമാന സ്രോതസ്സുകൾ കുറഞ്ഞു പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തിയുടെ സ്തോത്രം. ഇങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ സമ്പത്ത് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവേ, നീ തരിക ധനമാണ്, അത് അന്യായമായ എൻ്റെ ആർഭാടങ്ങൾക്ക് അനാവശ്യമായ ദുർച്ചെലവുകൾക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. സ്തോത്രം. എൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ദൈവരാജ്യ മഹിമയ്ക്കും വേണ്ടി ഞാനത് ഉപയോഗിക്കും. അങ്ങനെ വെച്ചു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വിശാലത പ്രാപിക്കും. നിങ്ങളുടെ ഈ ഉറവയിൽ നിന്ന് ആരെത്ര കോരിയാലും കുറഞ്ഞു പോകാതെ വണ്ണം നിറവുണ്ടാകും. ആരെല്ലാം നിങ്ങളെ കബളിപ്പിച്ചോ പറ്റിച്ചോ നിങ്ങളുടെ സമ്പത്ത് എടുത്തെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ശൂന്യതയും കുറവും വരാൻ ദൈവം സമ്മതിക്കാതെ വണ്ണം മേൽക്കുമേൽ അഭിവൃദ്ധിയും പുഷ്ടിയും വർധനവും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞു, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. ഇസ്രായേലിനെ പറ്റി പുറപ്പാട് 1:7 പറയുകയാണ്, അവൻ അനുഗ്രഹിച്ച് അവരുടെ തലമുറ, അവരുടെ സമ്പത്ത്, പുത്രസമ്പത്ത് വർദ്ധിക്കുവാനിടയായിത്തീർന്നു. ഉൽപ്പത്തി 12:2 നമ്മളോട് പറയുകയാണ്, സ്തോത്രം, അനുഗ്രഹിച്ച് അവരെ വർദ്ധിപ്പിച്ച് അവൻ്റെ പേർ വലുതാക്കി. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിൻ്റെ പേർ വലുതാക്കും എന്ന് പറയും ആ കർത്താവ്. സ്തോത്രം നമ്മളോട് പറയാം. 17:20 ഉൽപ്പത്തി പറയുന്നത്, കർത്താവ് അവരെ അനുഗ്രഹിച്ചു, സ്തോത്രം, അവനെ വർദ്ധിപ്പിച്ചു, സ്തോത്രം. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഈ പ്രഭാതത്തിൽ ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി കൊടുക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വവും വർധനവും കാണുവാനിടയായി തീരട്ടെ. അതിന് താഴ്ത്ത വാക്യത്തിൽ പറയാം, പീഡനം ഹേതുവായി അവരൊക്കെയും കുറഞ്ഞു പോയെങ്കിലും വീണ്ടും പറയാണ്, അവൻ ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി അവൻ്റെ കുലങ്ങളെ ആട്ടിൻകൂട്ടം പോലെയാക്കി.
അപ്പോൾ ഇന്ന് ആരെങ്കിലുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവർ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, കുടുംബത്തിലോ വ്യക്തിപരമായൊക്കെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടാകാം, നിങ്ങളുടെ സമ്പത്ത് ശോഷിച്ചു പോയിട്ടൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അഭിവൃദ്ധി കെട്ടുപോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ പറയാം, ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർപ്പിച്ച് അവനെ ആട്ടിൻകൂട്ടം പോലെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് ഈ പീഡനങ്ങളിലൂടെയോ ശോഷിച്ചു പോയ ശുഷ്കിച്ചു പോയ അനുഭവങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും വീണ്ടും വർദ്ധിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യും. പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ പ്രഭാതം കർത്താവെ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. തിരുവചനം പറഞ്ഞ പോലെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദരിദ്രനെ പീഡയിൽ നിന്ന് ഉയർത്തി ആട്ടിൻകൂട്ടം പോലെ പെരുകുമാറാക്കുന്ന ഒരു ദൈവമാണ്. കർത്താവെ, അവിടുന്ന് വർദ്ധിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, വിശാലത കൊടുക്കണമേ, ദൈവരാജ്യ മഹിമയ്ക്കായി ജീവിപ്പാൻ അവിടുന്ന് ഉതകുമാറാക്കണമേ എന്ന് പറഞ്ഞു ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് എക്സാമുകളുമായി ബന്ധപ്പെട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വിജയങ്ങളെ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥലങ്ങളിൽ നന്നായി വർക്ക് ചെയ്യുവാൻ കർത്താവെ അവർക്ക് അനുഗ്രഹമായ നിലയിൽ അവർക്ക് അഭിവൃദ്ധിയും സമ്പത്തും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. കുടുംബജീവിതം ധന്യമാകട്ടെ, സമാധാനമുണ്ട്, ബിസിനസ്സുകളിൽ അഭിവൃദ്ധിയും വിശാലതയും ഉണ്ടാകട്ടെ, തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് തിരികുകയാണ്. അങ്ങയുടെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ഈ പ്രഭാതം ഇടയാകണം. വലിയ സാക്ഷികൾ പങ്കുവയ്ക്കാൻ ഇടയാകണം. എല്ലാ ശൂന്യതകളും മാറേണ്ടതിനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് എന്നെ കാണുന്ന ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കും. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ്. ആമേൻ, ആമേൻ. കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വീഡിയോയിൽ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാവും. ചാനലിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ പ്രിയപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർപ്പിക്കാം. എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ സൂമിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.